പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 1. ഏവർക്കും ഹാപ്പി ന്യൂ ഇയർ, പുതുവത്സര ആശംസകൾ. ഈ വർഷം ഏറ്റവും ഭംഗിയായിട്ടുള്ള വർഷമാകട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടാൻ സാധിക്കട്ടെ. JDS കറണ്ട് അഫേഴ്സ് എന്നും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളുടെ വിജയത്തിലേക്ക് ഞങ്ങൾ സഹായിക്കാൻ ശ്രമിക്കുന്നു. ഇന്ന് ജനുവരി 1 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. നൈജീരിയൻ ടോപ്പ് ലിസ്റ്റ് ഓഫ് ഡിപ്പോർട്ടഡ് ഇൻ 2023-24 ഹോം മിനിസ്ട്രി ഡാറ്റ. 2023-24 നാടുകടത്തപ്പെട്ടവരുടെ പട്ടികയിൽ നൈജീരിയക്കാർ 1-ാം സ്ഥാനത്ത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ആണ് ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വാർഷിക റിപ്പോർട്ട് 2023-24 അനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നാടുകടത്തിയത് ഏത് രാജ്യത്തെ പൗരന്മാരെയാണ്? നൈജീരിയ. യൂണിയൻ ഹോം മിനിസ്ട്രിയുടെ ആനുവൽ റിപ്പോർട്ട് പുറത്തിറക്കി. അതായത് 2023-24 ആനുവൽ റിപ്പോർട്ട് പ്രകാരം ഇന്ന് ഏറ്റവും കൂടുതൽ നാടുകടത്തപ്പെട്ട സിറ്റിസൺസ് ആ വർഷം അത് നൈജീരിയക്കാരാണ്. 2023 ഏപ്രിൽ 1 മുതൽ 2024 മാർച്ച് 31 വരെ എത്ര നൈജീരിയക്കാരെയാണ് ഇന്ത്യ നാടുകടത്തിയത്? 1470. 1470 നൈജീരിയക്കാരാണ് ഇന്ത്യ ഇവിടെ നിന്ന് നാടുകടത്തിയിട്ടുള്ളത്. കാരണം അവരുടെ വിസ കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ താമസിക്കുന്ന നൈജീരിയക്കാർ ഏറ്റവും കൂടുതൽ വിദേശികളിൽ നാടുകടത്തപ്പെട്ടവരുടെ കണക്കനുസരിച്ച് നൈജീരിയയാണ് ഏറ്റവും മുന്നിൽ. 1470 നൈജീരിയക്കാരെയാണ് ഇവിടെ നിന്ന് നാടുകടത്തിയിട്ടുള്ളത്. നൈജീരിയക്ക് ശേഷം 1 ഏപ്രിൽ 2023 മുതൽ 2024 മാർച്ച് 31 വരെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നാടുകടത്തിയത് ഏത് രണ്ട് രാജ്യങ്ങളിലെ പൗരന്മാരെയാണ്? ബംഗ്ലാദേശും ഉഗാണ്ടയും. ഏറ്റവും കൂടുതൽ നാടുകടത്തപ്പെട്ട വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അത് നൈജീരിയക്കാരാണ്, 1470. 2-ാം സ്ഥാനത്ത് ബംഗ്ലാദേശ് ആണ്. നൈജീരിയ 1470 പേരാണെങ്കിൽ ബംഗ്ലാദേശ് ആണെങ്കിൽ 411 പേരും. ഉഗാണ്ട 78 പേരെയാണ് നാടുകടത്തിയിട്ടുള്ളത്. അനധികൃത താമസത്തിന് വിദേശികളെ ഇന്ത്യയിൽ നിന്ന് നാടുകടത്തുന്നത് ഏത് സർക്കാർ ഏജൻസിയാണ്? ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ്, FRRO. FRRO എന്ന ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് ആണ് അനധികൃതമായിട്ട് താമസിക്കുന്ന വിദേശികളെ ഇന്ത്യയിൽ നിന്ന് നാടുകടത്തുന്നത്. FRRO എന്നാൽ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ്. ഇത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. 2023 ഏപ്രിൽ 1 മുതൽ 2024 മാർച്ച് 31 വരെ എത്ര വിദേശികൾ ഇന്ത്യ സന്ദർശിച്ചു? 98 ലക്ഷം വിദേശികൾ. അപ്പൊ 98 lakh ഫോറിനേഴ്സ് ആണ് ഇന്ത്യ ഒരു വർഷം, അതായത് 2023 ഏപ്രിൽ 1 മുതൽ 2024 മാർച്ച് 31 വരെ ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ളത്. 2023 ഏപ്രിൽ 1 മുതൽ 2024 മാർച്ച് 31 വരെ ഏറ്റവും കൂടുതൽ സന്ദർശകർ ഇന്ത്യ സന്ദർശിച്ചത് ഏത് രാജ്യത്തിനാണ്? ബംഗ്ലാദേശ്. അപ്പൊ ബംഗ്ലാദേശ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ എത്തിയിട്ടുള്ളത് ആസ് എ വിസിറ്റേഴ്സ് ഇന്ത്യ സന്ദർശിക്കുന്നതിന് വേണ്ടി. അത് കഴിഞ്ഞാൽ പിന്നെ US ആണ്. ബംഗ്ലാദേശ് 21,08,734 പേരാണെങ്കിൽ US ആണെങ്കിൽ 17,37,549 ആണ്. 3-ാം സ്ഥാനത്ത് UK, അത് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ, കാനഡ, ശ്രീലങ്ക എന്നിങ്ങനെ പോകുന്നു. ഏറ്റവും ടോപ്പ് ലെവലിൽ ബംഗ്ലാദേശ്, 2-ാം സ്ഥാനത്ത് USA, 3 UK ആണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് 10 പേലോഡ്സ് ഓഫ് ISRO POM4 മോഡ്യൂൾ ഡിപ്ലോയ്ഡ് സക്സസ്ഫുള്ളി. ISROയുടെ POM4 മോഡ്യൂളിന്റെ 10 പേലോഡുകൾ വിജയകരമായി വിന്യസിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ POM4 എന്ന മോഡൽ വളരെ വിജയകരമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ISROയുടെ PSLV C60 സ്പാർഡെക്സ് ദൗത്യത്തിന്റെ POM4 മോഡ്യൂൾ ഏത് തീയതിയിലാണ് വിക്ഷേപിച്ചത്? 2024 ഡിസംബർ 30. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ C60 ഇതാണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്പേസ് ലോഞ്ച് വെഹിക്കിൾ ആണ് സ്പാർഡെക്സ് എന്ന സ്പേസ് മിഷൻ അതിന്റെ POM4 മോഡ്യൂൾസ് അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 10 മോഡ്യൂൾസ് ആണ് POM4 എന്ന മോഡ്യൂൾസിൽ ഉള്ളത്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ 2024 ഏറ്റവും ലാസ്റ്റ് മിഷൻ ആയിരുന്നു സ്പാർഡെക്സ് എന്ന മിഷൻ. POM4ന്റെ പൂർണ്ണരൂപം എന്താണ്? PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മോഡ്യൂൾ. PSLV എന്നാൽ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മോഡലിന്റെ 10 ചെറിയ ചെറിയ സാറ്റലൈറ്റ്സ് ആണ്
PSLV C60, അതായത് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ C60 എന്ന ആ ബഹിരാകാശ വാഹനം സ്പേസിൽ എത്തിച്ചിട്ടുള്ളത്. ആ മിഷന്റെ പേരാണ് സ്പാർഡക്സ്. 2 ബഹിരാകാശ പേടകങ്ങൾ SDX-01 ചേസർ, SDX-02 ടാർഗറ്റ് എന്നിവ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഏത് ദൗത്യത്തിന് കീഴിലാണ് 2024 ഡിസംബർ 30 വിക്ഷേപിച്ചത്? സ്പാർഡക്സ് ദൗത്യം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ള സ്പാർഡക്സ് മിഷൻ, ഇതിലെ 2 സ്പേസ് ക്രാഫ്റ്റ് ആണ് SDX-01 മറ്റൊന്ന് SDX-02. എന്തിനു വേണ്ടി ഇത് ലോഞ്ച് ചെയ്തു പറഞ്ഞാൽ, സാറ്റലൈറ്റ്സിനെ ഡോക്ക് ചെയ്യുന്നതിന് വേണ്ടി. അതായത് 2 സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ സാറ്റലൈറ്റ്സിനെ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യമായിരുന്നു സ്പാർഡക്സ് എന്ന് പറയുന്ന മിഷൻ. ആദ്യമായിട്ടാണ് ഓർബിറ്റിൽ കിടക്കുന്ന പല ഓർബിറ്റ്സില് പല ഭ്രമണപഥത്തിൽ കിടക്കുന്ന സാറ്റലൈറ്റ്സിനെ ഒരുമിച്ച് ഒരേ ഓർബിറ്റിലേക്ക് എത്തിക്കുക, ഒരു ഡോക്ക് ചെയ്യുക അല്ലെങ്കിൽ കണക്ട് ചെയ്യുക എന്ന ലക്ഷ്യമാണ് സ്പാർഡക്സിനുണ്ടായിരുന്നത്. അതിന്റെ വിജയകരമായിട്ടുള്ള ലോഞ്ചിങ് ആണ് ഡിസംബർ 30 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അത് വിജയകരമായിട്ട് നടത്തിയിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ബംഗാൾ റീഗെയിൻസ് ദി സന്തോഷ് ട്രോഫി. സന്തോഷ് ട്രോഫി ബംഗാൾ തിരിച്ചുപിടിച്ചു. സ്പോർട്സ് ആയി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഹെഡിംഗ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 2024 78ാം പതിപ്പിൽ പശ്ചിമ ബംഗാൾ ഏത് ടീമിനെതിരെയാണ് വിജയിച്ചത്? ഇന്നലെയായിരുന്നു സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ മത്സരം. ഈ മത്സരത്തിൽ വെസ്റ്റ് ബംഗാളും കേരളവുമായിരുന്നു മത്സരം. ഈ മത്സരത്തിൽ കേരളത്തിനെ 1-0 പരാജയപ്പെടുത്തിക്കൊണ്ട് സന്തോഷ് ട്രോഫി, അതായത് 78ാമത്തെ സന്തോഷ് ട്രോഫി പശ്ചിമ ബംഗാൾ വിജയകരമായിട്ട് ആ കിരീടം കരസ്ഥമാക്കി. സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ ടീം ഏത്? പശ്ചിമ ബംഗാൾ 33 തവണ. 33 ടൈംസ് ആണ് പശ്ചിമ ബംഗാൾ സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയിട്ടുള്ളത്. 1941 1941 സന്തോഷ് ട്രോഫി ആരംഭിച്ചിട്ടുള്ളത്. ആ വർഷം മുതൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ട്രോഫി നേടിയിട്ടുള്ള, കിരീടം കരസ്ഥമാക്കിയിട്ടുള്ള ടീം എന്ന് പറയുമ്പോൾ അത് വെസ്റ്റ് ബംഗാൾ ആണ്. സന്തോഷ് ട്രോഫി നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 2024 പ്ലെയർ ഓഫ് ദി ഫൈനൽ എന്നതിനുള്ള തുളസിദാസ് ബൽറാം അവാർഡ് നേടിയത് ആരാണ്? റോബിൻ ഹൻസ്ദ, പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലെ ഒരു പ്ലെയർ ആണ് റോബിൻ ഹൻസ്ദ. അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദി ഫൈനൽ, തുളസിദാസ് ബൽറാം എന്ന് പറയുന്ന പ്ലെയർ ഓഫ് ദി ഫൈനൽ അവാർഡ് നേടിയിട്ടുള്ളത്. സന്തോഷ് ട്രോഫി നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 2024 പ്ലെയർ ഓഫ് ദി ചാമ്പ്യൻഷിപ്പ് പീറ്റർ തങ്കരാജ് അവാർഡ് നേടിയത് ആരാണ്? റോബി ഹൻസ്ദ. 2 അവാർഡ് ആണ് റോബി ഹൻസ്ദ നേടിയിട്ടുള്ളത്. വെസ്റ്റ് ബംഗാൾ താരമായിട്ടുള്ള റോബി ഹൻസ്ദ 78ാമത്തെ സന്തോഷ് ട്രോഫി നേടിയിട്ടുള്ള പ്രധാനപ്പെട്ട 2 അവാർഡ് എന്ന് പറഞ്ഞാൽ, ഒന്ന് തുളസിദാസ് ബൽറാം അവാർഡും മറ്റൊന്ന് പീറ്റർ തങ്കരാജ് അവാർഡ് ആണ്. തുളസിദാസ് ബൽറാം അവാർഡ് ഇത് പ്ലെയർ ഓഫ് ദി ഫൈനൽ എന്ന അവാർഡ് ആണെങ്കിൽ, പീറ്റർ തങ്കരാജ് അവാർഡ് ഇത് പ്ലെയർ ഓഫ് ദി ചാമ്പ്യൻഷിപ്പ് അവാർഡ് ആണ്. ഇപ്പൊ 78th സന്തോഷ് ട്രോഫി നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തിട്ടുള്ള ടീം എന്ന് പറഞ്ഞാൽ അത് വെസ്റ്റ് ബംഗാൾ, റണ്ണേഴ്സ് അപ്പ് ആണ് കേരളം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഹൂ സെലിബ്രേറ്റ്സ് ന്യൂ ഇയർ ഫസ്റ്റ് ആൻഡ് ഹൂ റിംഗ് ഇറ്റ് ഇൻ ലാസ്റ്റ്. ആരാണ് ആദ്യം പുതുവത്സരം ആഘോഷിക്കുന്നത്? ആരാണ് അവസാനം അത് മുഴക്കുന്നത്? ന്യൂ ഇയർ ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് രാജ്യമാണ് ആദ്യമായി പുതുവർഷം ആഘോഷിക്കുന്നത്? കിരിബത്തി ദ്വീപ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഡിസംബർ 31 വൈകിട്ട് 3:30 മണിക്ക് കിരിബത്തി ഐലൻഡിൽ പുതിയ വർഷം ആരംഭിക്കുകയാണ്. ഇതനുസരിച്ച് കിരിബത്തി ഐലൻഡ് ആണ് രാജ്യത്ത് ആദ്യമായി ആദ്യം ആ ഒരു പുതുവർഷം ആഘോഷിക്കുന്നത്. അത് കഴിഞ്ഞാലാണ് പിന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് അത് ആഘോഷം വരുന്നത്. കാരണം ടൈമിംഗ് അനുസരിച്ച്. ഏത് രാജ്യമാണ് അവസാനമായി പുതുവർഷം ആഘോഷിക്കുന്നത്? ബേക്കർ ഐലൻഡും ഹൗലാൻഡ് ഐലൻഡ്. അമേരിക്കയുടെ അടുത്ത് വരുന്ന 2 ഐലൻഡ്സ് ആണ് ബേക്കർ ഐലൻഡും ഹൗലാൻഡ് ഐലൻഡ്. ഇതനുസരിച്ച് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആണെങ്കിൽ ജനുവരി 1 വൈകിട്ട് 5:30 മണിക്കാണ് ബേക്കർ ഐലൻഡിലും ഹൗലാൻഡ് ഐലൻഡിലും പുതിയ വർഷം ആരംഭിക്കുന്നത്. പുതുവത്സരത്തിന് തുടക്കം എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് അടുത്തുള്ള കിരിബാത്തി ഐലൻഡിലും, ഇതിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ ബേക്കർ ഐലൻഡും ഹൗലാൻഡ് ഐലൻഡാണ്. ജേഡിസ് കറണ്ട് അഫയേഴ്സ് 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആദ്യത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ നൽകിയിട്ടുള്ളത്. ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഒരിക്കൽ കൂടി ഏവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.